ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. ജ്ഞാനപ്പാന കാണാതെ പഠിച്ച് അതിൻ്റെ ഉള്ളടക്കം ഇതാണ്. നാമം ജപിക്കുക, നാമം ജപിക്കുക, നാമം ജപിക്കുക എന്ന് 8 സ്ഥലത്ത് 8 പ്രാവശ്യം പറയുന്നു. 4 സ്ഥലത്ത് ബ്രഹ്മത്തെപ്പറ്റി പറയുന്നു, പരബ്രഹ്മത്തെപ്പറ്റി. 14 സ്ഥലത്ത് കർമ്മങ്ങളെപ്പറ്റി പറയുന്നു. 320 വരിയും കാണാതെ പഠിക്കുക. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്. നാമം ജപിക്കുക, നാമം ജപിക്കുക. ആദ്യം 3 നാമങ്ങൾ പറയാം, പിന്നെ 5 നാമങ്ങൾ, പിന്നെ ബ്രഹ്മം, പിന്നെ കർമ്മങ്ങൾ. ഈ 320 വരി 80 ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകമാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക്. ആ ശ്ലോകം ഇന്നതാണ്, അതും പറഞ്ഞേക്കാം, കുറച്ചായിട്ട് പറഞ്ഞു തന്നേക്കാം. ആദ്യത്തെ നാമങ്ങൾ ഇതാണ്. ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്ന് നാമസങ്കീർത്തനം കൊണ്ടുടൻ. ഇന്ന് എഴുതി അന്നും ഇന്നാണ്, അന്നും ഇന്നാണ്, ഇന്നും ഇന്നാണ്. ഇന്നും അത് പ്രസക്തിയാണ്. ഇന്ന് നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും. നാമസങ്കീർത്തനം കൊണ്ടാണ് പുരുഷാർത്ഥം വന്നു ചേരുന്നത്. നാമസങ്കീർത്തനം ഇല്ലെങ്കിലോ പുരുഷാർത്ഥം വന്നു ചേരത്തില്ല. നാമസങ്കീർത്തനം ചൊല്ലുന്ന ആൾക്കേ ഇത് ചൊല്ലിത്തരാൻ പറ്റൂ. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയത് ഞാൻ. നാമസങ്കീർത്തനം കൊണ്ടാണ്, ഇത് കാണാതെ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് പറഞ്ഞു കിടക്കിയത് എവിടെ വരെ കിടക്കുന്നെന്ന്. ആദ്യത്തെ ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന. ആയുസ്സിന് പ്രമാണമില്ല, ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇന്ന് നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നു കൂടും പുരുഷാർത്ഥമെന്നതും. പുരുഷാർത്ഥം വന്ധ്യത് എന്താണ്? അപ്പോൾ പുരുഷാർത്ഥം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. 4 കൂട്ടം കാര്യങ്ങൾ ചേർന്നാണ് പുരുഷാർത്ഥം. ആദ്യത്തെയും അവസാനത്തെയും ജനങ്ങൾ വിട്ടു, നടുക്കത്ത് 2 എടുത്തു. അർത്ഥവും കാമവും സമ്പാദിക്കുക, ആഗ്രഹവും സാധിക്കുക. ഞാൻ ഈ കാര്യം പറയുന്നത് ധർമ്മവും എൻ്റെ ധർമ്മവുമാണ്. ഇത് കർമ്മം, എൻ്റെ കർമ്മത്തിൽ പെട്ടതാണിത്. എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചത് കൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ജനങ്ങളോട്. ഇതാണ് സത്യം. എനിക്കൊരു ലക്ഷ്യമുണ്ട്, മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 കൂട്ടം കാര്യങ്ങളാണ് പുരുഷാർത്ഥം. രണ്ടാമത്തെ നാമം സത്യ കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി കൊണ്ട് ജപിക്കണം നമ്മുടെ. ശ്രദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. നമ്മൾ ഒരു ആഗ്രഹമില്ല, ആസക്തിയല്ല ശക്തി. ഒരു ആഗ്രഹമില്ലാതെ നാമങ്ങൾ ജപിക്കുക, ഈശ്വരനാമങ്ങൾ ജപിക്കുക. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തിയോട് ചൊല്ലണം. അത് ഭക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണ്ട, ചുമ്മാതെ ചൊല്ലിയാൽ പോരാ, ഭക്തിയോട് ചൊല്ലണം. അത് സിദ്ധകാലം കഴിയുവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. 2ാമത്തെ നാമം കഴിഞ്ഞ് 3ാമത്തെ നാമം ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ. നമ്മൾ നാമങ്ങൾ ചൊല്ലുന്ന സന്തോഷത്തോടെ ചൊല്ലാം, ആ പരബ്രഹ്മത്തിൽ ചെന്ന് ചേരാൻ. അത് ചെയ്താൽ ആര് ചെയ്യുന്നു അവർക്ക് ഓരോരോ യുഗത്തിലും ഓരോരോ കർമ്മങ്ങളാണ്. യാഗം, യജ്ഞം, ഹോമം, നാമം. ഇത് ചെയ്യുന്ന ആര് ചെയ്തോ അവർക്കിത് പ്രയോജനപ്പെടും. ഒരു ജന്മം, മനുഷ്യജന്മം കിട്ടിയിട്ടും ഇത് അറിയാതെ പോകരുത്. അടുത്തത് 5 തിരുനാമങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം, ചൊല്ലാം.